എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ മണ്ണുത്തിയിലാണ്. ഇവിടുന്ന് ഇറങ്ങി പുറത്താണ്, ഗേറ്റിൻ്റെ അവിടെയാണ്. എന്തു പറയണമെന്നറിയില്ല. നമ്മുടെ കുങ്കല്ലേ, കുങ്കൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല. നമ്മളെ തേടി വരുന്ന ഓരോ നിയോഗങ്ങൾ പെരുവഴിയിലിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ അവസ്ഥയിൽ വണ്ടി ഇടിച്ചിട്ട് നട്ടല് ഇതങ്ങനെ ക്രോസായി, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഡേസിനെക്കാട്ടിയും കഷ്ടമാണെന്നാ പറഞ്ഞത്. മൂത്രം ഇത്ര ദിവസം കെട്ടിക്കെടുക്കരുന്ന്. ഞാനവിടെ കല്ലിപ്പ് എന്താണെന്ന് വിചാരിച്ചു. പക്ഷെ 2 ലിറ്ററോളം മൂത്രം ട്യൂബ് കയറ്റിയിട്ട് സിറിഞ്ച് 20 ml സിറിഞ്ചായിട്ട് വലിച്ചെടുത്തു. ആ ട്യൂബ് പെർമനന്റ് അവിടെ വെച്ചെടുക്കുക. ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു കണ്ണില്ല, ഒരു കണ്ണ് അവൻ്റെ ആ നോട്ടം കാണുമ്പോഴേക്ക് എവിടെയും കൊണ്ടുപോകാൻ തോന്നുന്നില്ല. നിന്റെ സാഹചര്യങ്ങൾ ഇപ്പൊ ഡേസി കിടന്ന കടുപ്പിൽ തന്നെ അപ്പയും മൂത്രം പോവാണ്. അത് വൃത്തിയാക്കണം, എടുക്കണം. ഇനിയിപ്പോൾ ഇവനും കിടന്ന കടുപ്പിൽ തന്നെയാണ് അപ്പയിടുന്ന മൂത്രം കഴിക്കണേ. നമ്മൾ ഒരു വീട്ടിൽ 2 കിടപ്പ് രോഗികളെ ഒരുമിച്ച് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ താങ്ങാൻ പറ്റില്ല. ഈശ്വരൻ എന്തെങ്കിലും മാർഗം കാണിച്ചു തരട്ടെ. അവരെ കഴിയുന്ന പോലെ സംരക്ഷിക്കുക. പറ്റില്ലെങ്കിൽ ഞാൻ പ്രതിഭേട്ടൻ്റെ അവിടേക്ക് വിടും. പക്ഷെ ഏതാന്നൊരു മനസ്സിനൊരു ഇത് കിട്ടുന്നില്ല. ട്യൂബ് ആഴ്ചയിൽ ഊരണം. ആഴ്ചയിൽ ട്യൂബ് ഊരിയിട്ട് അത് സ്റ്റിച്ച് ഇട്ടിട്ടാണ്, ട്യൂബ് ഇട്ടിട്ട് സ്റ്റിച്ച് ഇട്ട് വെക്കുകയാണ്. ട്യൂബിന്റെ ടോപ്പ് ഊരിയ മൂത്രം വരും. ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം 4 മണിക്കൂർ കൂടുമ്പോൾ. എന്നിട്ട് ആഴ്ചയിൽ ട്യൂബ് മാറ്റണം, എന്നിട്ട് പുതിയ ട്യൂബ് ഇടണം. ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ബേക്കറിക്കുള്ള ചലനശേഷി ഇല്ല. എന്താ ചെയ്യുക? എന്തെങ്കിലും കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ നമ്മള് പൂത്തിരി ഓക്കെ ആയപ്പോൾ ഒന്ന് ഓടാനുള്ളത് കൂടിയൊക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റീല് കുറച്ച് മേലേക്ക് കയറി അവിടെ സ്കിന്നിൻ്റെ അവിടെ തട്ടി നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അവൾ തന്നെ വീണ്ടും ലോക്കാക്കാൻ കൂട്ടിൽ തന്നെ ഇടാൻ പറഞ്ഞെടുക്കുക. ഒരു 10-14 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞെടുക്കുക, കമ്പി ഊരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു ടെൻഷനായി. അപ്പോൾ അവൾ പുറത്തിറങ്ങിയിട്ട് ഹാപ്പിയായി നടക്കാൻ തുടങ്ങിയപ്പോൾ കമ്പി കുറച്ച് കയറി വന്നു. അത് കുറച്ച് വിഷമം. അപ്പം ഞാൻ ഇനി അവളെ കൂട്ടിൽ തന്നെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എടുത്താൽ ശരിക്കും നമുക്ക് ഇനി കൂടിൻ്റെ സൗകര്യം ഒന്നും കൂടി വിപുലീകരിക്കേണ്ടി വരും. അല്ലാതെ ഇനി ഇവരൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എനിക്ക് പുറത്തെ കേസുകൾ ഒരുപാട് മിസ്സാവും, നോക്കാൻ പറ്റണ്ട്. എന്നെ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല, എന്താ വരാത്ത, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് റീപ്ലൈ ചെയ്യുന്നില്ല, പരാതി പറയുന്നവർ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസമെങ്കിലും വന്നിട്ട് എൻ്റെ സാഹചര്യം മനസ്സിലാക്കിയാൽ സന്തോഷമായിരുന്നു. മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പഴയ പോലെ എല്ലായിടത്തേക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുറേ പേര് വിളിക്കും, നമ്പർ തരൂ, നമ്പർ എന്താ തരാത്തെന്ന് പറഞ്ഞിട്ട് പല ജില്ലകളിൽ. ഇനി അവരൊന്നും വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ല നമ്പർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കാൻ മാർഗുള്ളൂ. അതിന് തന്നെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. നോക്കട്ടെ, മുന്നോട്ട് പോവാ. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിക്കട്ടെ. ഈ കുഞ്ഞു നോക്കിയ സുഖമായിട്ട് ഉറങ്ങുക. ഇവന്റെ മുഖം ഒന്ന് കടിക്കുക, ദേഷ്യപ്പെടുക, ഒന്നുമില്ല. അത്രയും കൂള്.